ഹലോ, വെൽക്കം ടു ലേണിനോ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് സുവോളജിയിലെ റീപ്രൊഡക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഒരു സബ് ടോപ്പിക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ MCQs ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ രണ്ടും കൂടെ, അതായത് ഹ്യൂമൻ റീപ്രൊഡക്ഷനും ഹെൽത്തും കൂടെ ഒന്നിച്ചിട്ട് MCQ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ടോപ്പിക്കിൽ തന്നെ ഒത്തിരി MCQ ആയി. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമുക്കത് രണ്ട് ടോപ്പിക്കായിട്ട് തന്നെ രണ്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും രണ്ട് വീഡിയോ ആയിട്ട് MCQ ചെയ്യാം. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആയി ബന്ധപ്പെട്ടിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആക്ട് ഓഫ് ഡെലിവറിങ് എ ഫീറ്റസ് അറ്റ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി ഈസ് കോൾഡ്. പ്രഗ്നൻസിയുടെ അവസാനം ഈ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ലാക്ടേഷൻ, പ്രഗ്നൻസി, പാർച്ചുറേഷൻ, കോയിറ്റസ്. എന്താണ് പറയാം? പാർച്ചുറേഷൻ എന്ന് പറയാം അല്ലെ. ഡെലിവറിന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുന്നതിന് പറയുന്നത് എന്താ? പാർച്ചുറേഷൻ പറഞ്ഞ പ്രോസസ്സാണ്. ഇതിന് ചൈൽഡ് ബർത്ത് എന്നും പറയാറുണ്ട്. It is a process in which vigorous contraction of uterus is induced. അപ്പോൾ ഈ ഒരു ചൈൽഡ് ബർത്ത് എന്ന പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നല്ല രീതിയിൽ യൂട്രസ് എന്ത് ചെയ്യും? കോൺട്രാക്ഷൻ നടക്കും. അങ്ങനെ ഈ പറയുന്ന ഫീറ്റസ് യൂട്രസിനകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രിപ്പറേഷൻ ഓഫ് മയോമെട്രിയം ആൻഡ് സെർവിക്സ് ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് മയോമെട്രിയും അതുപോലെ തന്നെ സെർവിക്സും എല്ലാം തന്നെ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും പുറത്തേക്ക് കുഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ട്. Second question, what is the correct sequence of parturition? Parturitionന്റെ correct sequence ഇതിൽ ഏതാണ്? അതിന്റെ correct sequence C ആണ്, ഓപ്ഷൻ C. അതായത് സിഗ്നൽ ഫ്രം ഫീറ്റസ് ആൻഡ് പ്ലാസൻഡ. ഫീറ്റസ് നിന്നും പ്ലാസൻഡ എന്നുള്ള സിഗ്നൽ ആണ് ആദ്യം കിട്ടുക. കാരണം കുട്ടി മെച്ചുവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വരിക എന്നുള്ള സിഗ്നൽ ആദ്യം ആര് കൊടുക്കും? പ്ലാസൻഡയും ഫീറ്റസും കൊടുക്കും. അപ്പോൾ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺസ് അവിടെ റിലീസ് ചെയ്യും. അത് യൂട്രൈൻ കോൺട്രാക്ഷൻസിലേക്ക് എത്തിക്കും. യൂട്രൈൻ കോൺട്രാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ അത് ഓക്സിറ്റോസിന്റെ സെക്രീഷൻസ് ഒത്തിരി കൂടും. അങ്ങനെ ഒന്നുകൂടെ പവർഫുൾ ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് വരും. ആ കോൺട്രാക്ഷൻസ് കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുക? പാർച്ചുറേഷൻ കഴിയുമ്പോഴെന്നല്ല, ആ കോൺട്രാക്ഷൻസിന്റെ ഒപ്പം തന്നെയാണ് ഈ പറഞ്ഞ ഫീറ്റസ് പുറത്തേക്ക് എത്തുന്നത്. ആ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാർച്ചുറേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദ സിഗ്നൽ റിലീസ്ഡ് ബൈ ദ ഫീറ്റസ് ആൻഡ് പ്ലാസൻഡ. ഫീറ്റസിൽ നിന്നും പ്ലാസൻഡയിൽ നിന്നുള്ള സിഗ്നൽ റിലീസ് ചെയ്യുന്ന സമയത്ത് പാർച്ചുറേഷൻ തുടങ്ങും. These act on the pituitary to release oxytocin. അപ്പോൾ ഈ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറയും ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യാൻ പറയും. അപ്പോൾ ഓക്സിറ്റോസിൻ എന്ത് ചെയ്യും? ഒരു സ്റ്റിമുലന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആ ഓക്സിറ്റോസിന്റെ ആ സ്റ്റിമുലന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അവിടെ കോൺട്രാക്ഷൻസ് എവിടെ നടക്കും? യൂട്രൈൻ മസിൽസിൽ കോൺട്രാക്ഷൻസ് നടക്കും. അപ്പോൾ ഈ യൂട്രൈൻ കോൺട്രാക്ഷൻസ് നടക്കുമ്പോൾ അവിടെ ഒത്തിരി ഓക്സിറ്റോസിൻ ഹോർമോൺ പിറ്റ്യൂട്ടറി അവിടെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാകുമ്പോൾ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് അവിടെ നടന്നിട്ട് ഈ കുട്ടി ഡെലിവർ ആവുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതാണ് പ്രോസസ് ഓഫ് പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻജെക്റ്റഡ് ടു ഇൻഡ്യൂസ് ഡെലിവറി ഇൻ ഹ്യൂമൻസ്? ഹ്യൂമൻസിൽ ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യുന്നത് ഇതിലേതാണ്? ഈസ്ട്രജൻ, ഓക്സിറ്റോസിൻ, പ്രൊജസ്ട്രോൺ, റിലാക്സിൻ. ഓക്സിറ്റോസിൻ ആണ് അല്ലേ, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ oxytocin is a stimulant released from anterior pituitary to increase contractions of the uterine wall. Uterine wallന്റെ കോൺട്രാക്ഷൻസിന് വേണ്ടി സഹായിക്കുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന ആരാണ്? ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ആണ്. Decreased levels of oxytocin can result in inability to push the baby out. ഈ പറയുന്ന ഓക്സിറ്റോസിന്റെ ലെവല് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന കുഞ്ഞിനെ പുഷ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ കുറയാണ് ചെയ്യുക. In such scenarios, ഈ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? പേഷ്യന്റ് ഈസ് ഇൻജെക്റ്റഡ് വിത്ത് ഇൻട്രാവെനസ് ഓക്സിറ്റോസിൻ. പേഷ്യൻസിലേക്ക് ഇൻട്രാവെനസ് ഓക്സിറ്റോസിൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് യൂട്രൈൻ കോൺട്രാക്ഷൻസ് നടത്തിയിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കുകയാണ് ചെയ്യുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിഫ്ലെക്സ് ദാറ്റ് ലെഡ് ടു ദ എക്സ്പൾഷൻ ഓഫ് ബേബി കോൾഡ്? ഈ ബേബി പുറത്തേക്ക് വരുന്നതിന് എന്ത് റിഫ്ലെക്സ് ആണ് ഉണ്ടാവുക? ഫീറ്റ് വിത്ത് withdrawal reflex, knee jerk reflex, fetal ejection reflex, oxytocin reflex. അല്ലേ, ബേബിനെ എക്സ്പെൽ ചെയ്യണം. അപ്പോൾ അവിടെയുള്ള റിഫ്ലെക്സ് എന്തായിരിക്കും? ഫീറ്റൽ എജക്ഷൻ അല്ലേ. അപ്പോൾ ഓപ്ഷൻ C ആണ്. ഫീറ്റലിനെ എജക്ട് ചെയ്യാൻ വെളിയിലേക്ക് കൊണ്ടുവരാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പാർച്ചുറേഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇനീഷ്യേറ്റ് ബൈ ദ ഫീറ്റസ് ആൻഡ് പ്ലാസൻഡ നമ്മൾ പറഞ്ഞു. അത് ഓക്സിറ്റോസിൻ സിഗ്നലിങ്ങിനെ ലീഡ് ചെയ്യും. അങ്ങനെ യൂട്രൈൻ കോൺട്രാക്ഷൻസ് നടക്കും. ഈ റിഫ്ലെക്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. Fifth question, failure of the testis to descend into the scrotum is called. സ്ക്രോട്ടത്തിലേക്ക് ടെസ്റ്റിസിന് വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഫെയിലിയറിന് പറയുന്ന പേരെന്താണ്? പാലറ്റോ വജൈനൽ
ക്രിപ്റ്റോർക്കേഡിയം പഡന്റൽ ഫൊറാമൻ. എന്താ അതിനെ പറയാ? അങ്ങനെ പുറത്തേക്ക് വരാണ്ടിരുന്നു കഴിഞ്ഞാൽ, അതായത് ഓപ്ഷൻ ബി ആണ്, ക്രിപ്റ്റോർക്കിഡിസം ആണ് അതിന് ആൻസർ വരിക. ഫെയിലിയർ ഓഫ് ദ ടെസ്റ്റിസ് ടു ഡിസെൻഡ് ഇൻ ടു ദ സ്ക്രോട്ടം ഈസ് കോൾഡ് ക്രിപ്റ്റോർക്കിഡിസം. Palatovaginal canal is the canal present in the cranial region, whereas pudendal canal is present in the pelvic region. Cranial region കാണുന്ന ഒന്നാണ് palatovaginal canal എന്ന് പറയുന്നത്. Pudendal canal എന്ന് പറയുന്നത് pelvic region-ലാണ്. Foramen എന്ന് പറയുന്നത് ഒരു ഓപ്പണിംഗ് ആണ്. Sixth question, where are the sperms produced? Sperms produce ചെയ്യുന്നത് എവിടെയാണ്? Prostate gland-ലാണോ, എപ്പിഡെർമിസിലാണോ, വാസ് ഡെഫറൻസിലാണോ, സെമ്നിഫറസ് ട്യൂബ്യൂൾസിലാണോ? സ്പേംസ് ഉണ്ടാവുന്നത് സെമ്നിഫറസ് ട്യൂബ്യൂൾസിലാണ്. ഓരോ ടെസ്റ്റിസിലും ഒരു 250ഓളം കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് എന്ത്? ടെസ്റ്റിക്കുലർ ലോബ്യൂൾ എന്ന് പറയുന്നത്. അല്ലെ, ഒരു ടെസ്റ്റിസ് എടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ ഒത്തിരി കമ്പാർട്ട്മെന്റ്, 250ഓളം കമ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതിൽ ഓരോന്നിനും പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾ. ഈ ഓരോ ലോബ്യൂളിലും 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണും. 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണും. അവരാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Seventh question, the primary sex organ of female reproductive system. Female reproductive systemത്തിലെ primary sex organ എന്ന് പറയുന്നത് എന്താണ്? Fallopian tubes, ovaries, uterus, cervix. ഏതാണ്? Primary sex organ of female reproductive system എന്ന് പറയുന്നത് ovaries ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഫീമെയിൽ ഗാമേറ്റ്സ് ആയിട്ടുള്ള ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെവറൽ സ്റ്റിറോയിഡ് ഹോർമോൺസ്, ഒവേറിയൻ ഹോർമോൺസ് എന്ന് പറയുന്ന കുറച്ച് സ്റ്റിറോയിഡ് ഹോർമോൺസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഓവറീസ് ആണ്. ഈച്ച് ഓവറീസ് ആൽമണ്ട് ഷേപ്പ്. ഓരോ ഓവറിയും ആൽമണ്ട് ഷേപ്പ് ഉള്ള ഒരു സ്ട്രക്ചർ ആണ്, സോളിഡ് ആണ്, ഒരു ഗ്രേഷ് പിങ്കിൻ കളറാണ് അതിന് ഉണ്ടാവുക. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഫെലോപ്പിയൻ ട്യൂബ്സ് ആർ ഓൾസോ കാൾഡ് as. ഫെലോപ്പിയൻ ട്യൂബിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഓവിഡക്ട്സ്, ഫോളിക്കിൾസ്, ഫിംബ്രിയെ, ലുട്ടിയം. ഏതാണ്? ഓവിഡക്ട് എന്നാണ് അല്ലെ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബ്സിനെ പറയാം. ഫെലോപ്പിയൻ ട്യൂബ്സിന് ഓവിഡക്ട്സ് എന്ന് പറയുന്നു. ഓരോ ഫെലോപ്പിയൻ ട്യൂബും ഏതാണ്ട് 10 മുതൽ 12 സെന്റിമീറ്റർ വരെ ലെങ്ത് ഉണ്ട്. ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ പെരിഫറി ഓഫ് ദ ഈച്ച് ഓവറി ടു ദ യൂട്രസ്. നമുക്കറിയാം ഇത് യൂട്രസ് ആണെന്നുണ്ടെങ്കിൽ ഈ യൂട്രസിന്റെ ഈ ഒരു കോല് പോലൊരു ഭാഗമുണ്ട്, അവിടെ നിന്നാണ് ഇത് ഓവറി ഇങ്ങനെ വരും അല്ലേ. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് എന്ത്? ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന യൂട്രസിനകത്തേക്ക് വരുന്ന ഒരു സ്ട്രക്ചറാണ്. ഈ ട്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. ഈ ഓവറിയിലേക്ക് അടുത്തെത്തുന്ന സമയത്ത് അവിടെയുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒരു ഫണൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് എന്താ? ഇൻഫണ്ടിബുലം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓൺസെറ്റ് ഓഫ് സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട്സ് അറ്റ്. സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാ? പ്യൂബർട്ടി, ബർത്ത്, അഡൽട്ട്ഹുഡ്, ഇന്റർകോഴ്സ്. ഓപ്ഷൻ എ, പ്യൂബർട്ടിയിലാണ് സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പെർമാറ്റോജെനസിസ് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഇസ് എ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സ്പെർംസ് ഫ്രം സ്പെർമാറ്റോഗോണിയ ഇൻ ദ ടെസ്റ്റിസ്. ടെസ്റ്റിസിലുള്ള സ്പെർമാറ്റോഗോണിയയിൽ വെച്ചിട്ട് ഈ പറയുന്ന സ്പെർംസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്താ? സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്നത്. പ്യൂബർട്ടി ഇസ് ദ ടൈം ഓഫ് ഓൺസെറ്റ് ഓഫ് ദിസ് പ്രോസസ്. അപ്പൊ ഈ പറയുന്ന പ്യൂബർട്ടിയിലാണ് ഈ സ്പെർമാറ്റോജെനസിന്റെ അത് ഉണ്ടാവാൻ തുടങ്ങുന്നത്, പ്യൂബർട്ടി സ്റ്റേജിലായിരിക്കും. 10th question, what is the process of conversion of spermatids to sperm? നമുക്കറിയാം സ്പെർമാറ്റിഡ്സ് സ്പെർം ആയിട്ട് മാറാണ് ചെയ്യുക. ആ പ്രോസസ്സിനെ പറയുന്ന പേര് എന്താണ്? സ്പെർമിയേഷൻ, സ്പെർമാറ്റോജെനസിസ്, സ്പെർമിയോജെനസിസ്, മിയോസിസ്. സ്പെർമിയോജെനസിസ് എന്നാണ് അതിന് പറയാം. സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്നത് they are produced as a result of meiosis of the spermatogonia and thus are haploid. സ്പെർമാറ്റോഗോണിയയിൽ മിയോസിസ് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്നത്. അത് ഹാപ്ലോയിഡ് കണ്ടീഷനിലാണ് ഉണ്ടാവുക. അപ്പൊ ഈ പറയുന്ന സ്പെർമാറ്റോഗോണിയ മെച്യൂർ ആവുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ഡിഫറൻഷിയേറ്റ് ഫർദർ ടു പ്രൊഡ്യൂസ് സ്പെർംസ് ബൈ ദ പ്രോസസ് ഓഫ് സ്പെർമിയോജെനസിസ്. അപ്പൊ ഇത് പിന്നീട് സ്പെർംസിന് പ്രൊഡ്യൂസ് ചെയ്യുക. ആ പറയുന്ന പ്രോസസ് സ്പെർമിയോജെനസിസ് എന്നാണ്. 11th question, a person with tetraploidy will have dash set of chromosomes in their spermatids. ഒരു ആൾക്ക് ടെട്രാപ്ലോയിഡി എന്നൊരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര സെറ്റ് ഓഫ് ക്രോമസോംസ് അവരുടെ സ്പെർമാറ്റിഡ്സിൽ കാണുമെന്നാണ് ചോദിക്കുന്നത്. ഹാപ്ലോയിഡ് ആണോ, ട്രിപ്ലോയിഡ് ആണോ, ഡിപ്ലോയിഡ് ആണോ, പോളിപ്ലോയിഡ് ആണോ? ഓപ്ഷൻ സി, ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ് ഉണ്ടാവുക.
അപ്പോൾ സ്പെർമാറ്റോജനസിസ് പ്രൊഡ്യൂസസ് ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ് ഫ്രം സ്പെർമാറ്റോഗോണിയ. സ്പെർമാറ്റോജനസിസിൽ കൂടെ സ്പെർമാറ്റോഗോണിയയിൽ നിന്നും ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ്സ് ആദ്യം പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഒരു ടെട്രാപ്ലോയിഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനത്തെ സ്പെർമാറ്റോഗോണിയ ഉണ്ടാവുക? അത് ടെട്രാപ്ലോയിഡ് സ്പെർമാറ്റോഗോണിയ ഉണ്ടാവുക. ഇതിനെ എന്ത് ചെയ്യും? മിയോസിസ് നടന്നിട്ട് ഫൈനലി നമുക്ക് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ്സ് കിട്ടുക ചെയ്യാം. ഈ പേഴ്സൺ പൊതുവെ ഫെർട്ടൈൽ ആയിരിക്കില്ല, അവർ ഇൻഫെർട്ടൈൽ ആയിരിക്കും ഈ ഒരു കണ്ടീഷനുള്ള ഹ്യൂമൻ ബീങ്സ്. 12th question. What is the process of the formation of a mature female gamete called? Mature ആയിട്ടുള്ള ഫീമെയിൽ ഗാമേറ്റിന്റെ ഫോർമേഷന് പറയുന്ന പേര് എന്താണ്? Menstruation, spermatogenesis, oogenesis, ovulation. ഓപ്ഷൻ സി, oogenesis എന്നാണ് അതിനെ പറയുന്നത്. സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്നത് സ്പെർമാറ്റോഗോണിയയിൽ നിന്നും മെച്യൂർഡ് ആയിട്ടുള്ള സ്പേംസിന്റെ പ്രൊഡക്ഷന് പറയുന്ന പേരാണ് എന്ത്? സ്പെർമാറ്റോജനസിസ്. പക്ഷെ oogenesis എന്ന് പറയുന്നത് മെച്യൂർ ആയിട്ടുള്ള ഫീമെയിൽ ഗാമൈറ്റ്സ്, അത് oogoണിയയിൽ നിന്നും ഉണ്ടാവുന്ന പ്രോസസ്സാണ് എന്ത്? oogenesis എന്ന് പറയുന്നത്. 13th question. The division of primary oocyte into the secondary oocyte and first polar body is an example of. അതായത് പ്രൈമറി oocyte ഫസ്റ്റ് പോളാർ ബോഡി ആയിട്ടും സെക്കൻഡറി oocyte ആയിട്ടും മാറുന്നുണ്ടല്ലോ. അപ്പോൾ അത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? സിമെട്രിക് ഡിവിഷൻ എന്നാണോ നമ്മൾ അതിനെ പറയാ? അസിമെട്രിക് ഡിവിഷൻ എന്നാണോ നമ്മൾ പറയാ? സെൽ ഡെത്ത് എന്നാണോ പറയാ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണോ പറയാ? നമ്മൾ പറഞ്ഞു അതിനെന്താ പറയാ? അസിമെട്രിക് ആയിട്ടല്ല വരണം അല്ലെ? വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എല്ലാം എന്നെ വരണം അല്ലെ? ആ രീതിയിലാണല്ലോ സാധാരണ നമ്മൾ ഹാപ്ലോയിഡ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. പക്ഷെ ഇതിൽ എന്താണ്, നമുക്ക് ഓവം ഉണ്ടാകുന്ന സമയത്ത് ആകെ ഒന്ന് മാത്രമേ അവിടെ വർക്കിംഗ് ആയിട്ടുണ്ടാവുള്ളൂ. മറ്റേ ഈ പറയുന്ന പോളാർ ബോഡികളൊന്നും തന്നെ അവിടെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാനായിട്ട് പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന ഡിവിഷനെ പറയുന്ന പേരെന്താ? അസിമെട്രിക് ഡിവിഷൻ എന്നാണ്. അപ്പൊ അസിമെട്രിക് ഡിവിഷൻ എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൈറ്റോപ്ലാസം ബിറ്റ്വീൻ ദ ഡോട്ടർ ഡോട്ടർ സെല്ലുകൾക്കിടയിൽ അൺഈക്വൽ ആയിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? സൈറ്റോപ്ലാസത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ പ്രൈമറി oocyte എന്ത് ചെയ്യും? ഫസ്റ്റ് റൗണ്ട് ഓഫ് മിയോസിസ് നടന്നിട്ട് പ്രൊഡ്യൂസിങ് ലാർജ് ഹാപ്ലോയിഡ് സെക്കൻഡറി oocyte. ഫസ്റ്റ് റൗണ്ട് ഓഫ് മിയോസിസ് നടക്കുന്നത് നമുക്കറിയാം രണ്ട് മിയോസിസ് നടക്കുന്നുണ്ട് അല്ലേ? മിയോസിസ് 1 മിയോസിസ് 2. അപ്പൊ അതിൽ മിയോസിസ് 1 നടക്കുന്ന സമയത്ത് ഒരു ലാർജ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി oocyteഉം അതുപോലെ തന്നെ ഒരു ടൈനി ആയിട്ടുള്ള ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാക്കും. Thus, this is an instance of asymmetric division. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? അസിമെട്രിക് ഡിവിഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. 14th question. Which of the following is the correct set of ploidy and cell type? ഇത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എല്ലാം തലങ്ങും വിലങ്ങും തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പ്രൈമറി oocyte എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. സെക്കൻഡറി oocyte എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ഓവം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇത് സെക്കൻഡറി oocyteഉം ഓവം ഹാപ്ലോയിഡ് ആണ്, പ്രൈമറി oocyte ഡിപ്ലോയിഡ് ആണെന്നുള്ള കണ്ടീഷൻ ഒന്ന് പഠിച്ചു വെക്കാം. Diploid oogonium goes through the first round of meiosis to form primary oocyte which is arrested at prophase 1. Diploid ആയിട്ടുള്ള oogonium എന്ത് ചെയ്യും? ഫസ്റ്റ് റൗണ്ട് ഓഫ് മിയോസിസ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രൈമറി oocyte ഉണ്ടാവുന്നുണ്ട്. Thus the primary oocyte is also diploid. അതുകൊണ്ട് തന്നെ പ്രൈമറി oocyte അവിടെ എന്താണ്? ഡിപ്ലോയിഡ് കണ്ടീഷനിൽ തന്നെ ആയിരിക്കും. The division is completed after the formation of a secondary oocyte. ഈ പറയുന്ന ഡിവിഷൻ കംപ്ലീറ്റ് ആവുന്നത് ഒരു സെക്കൻഡറി oocyte കിട്ടുന്നതോടെയാണ്. ഈ പറയുന്ന സെക്കൻഡറി oocyte എന്താണ്? അത് ഹാപ്ലോയിഡ് കണ്ടീഷനിലാണ്. ദ സെക്കൻഡറി oocyte പിന്നീട് മറ്റൊരു റൗണ്ട് ഓഫ് മിയോസിസ് നടന്നിട്ടാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓവം നമ്മൾക്ക് കിട്ടുന്നത്. What are the mitotic divisions that a zygote undergoes called? ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ ആദ്യം നടക്കുന്നുണ്ട് അല്ലെ ഈ സൈഗോട്ടില്. അത് എന്താണ് പറയാ? അതിനെ മിയോസിസ് എന്നാണോ പറയാ? ക്ലീവേജ് എന്നാണോ പറയാ? ഫെർട്ടിലൈസേഷൻ എന്നാണോ പറയാ? ഫീറ്റർ ഡെവലപ്മെന്റ് എന്നാണോ പറയാ? അപ്പോൾ ആദ്യം നടക്കുന്ന ആ ഒരു മൈറ്റോട്ടിക് ഡിവിഷന് പറയുന്ന പേരാണ് ക്ലീവേജ്. അതായത് സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഇറ്റ് പാസസ് ത്രൂ ഇസ്തമസ് ടുവേർഡ്സ് യൂട്രസ്. ഇത് ഇസ്തമസിൽ കൂടെ പോയിട്ടാണ് ഈ പറയുന്ന യൂട്രസിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ഒരു പാസേജിനിടയിൽ അത് റാപ്പിഡ് ആയിട്ട് അവിടെ മൈറ്റോട്ടിക് ഡിവിഷൻസ് നടന്നുകൊണ്ടേയിരിക്കും. അതിനെ പറയുന്ന പേരാണ് ക്ലീവേജ്. 16th question. What is the correct lineage of a zygote? സൈഗോട്ടിന്റെ കറക്റ്റ് ലീനേജ് ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സൈഗോട്ട് ബ്ലാസ്റ്റോമിയർ, ബ്ലാസ്റ്റോമിയർ മോറില ബ്ലാസ്റ്റോസിസ്റ്റ്. ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ലീനേജ്. അപ്പൊ സൈഗോട്ട് എന്ത് ചെയ്യും? റാപ്പിഡ് ക്ലീവേജ് ടു ഫോം 2, 4, 6 ആൻഡ് ദെൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആയിട്ട് മാറും അല്ലെ? 2, 4 അങ്ങനെ
ഡിവിഷൻ നടന്നിട്ട് നമ്മൾക്ക് അവിടെ ബ്ലാസ്റ്റോമിയസ് കിട്ടും. ഇതെന്ത് ചെയ്യും? കുറച്ചുകൂടെ ഡിവിഷൻ നടന്നിട്ടാണ് മോറുല ഉണ്ടാവുന്നത്. ഈ സെല്ല് പിന്നെയും ഫർദർ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഹോളോ ബോൾ കിട്ടും. അതിനെ പറയുന്ന പേരാണ് ബ്ലാസ്റ്റുല. ദിസ് ഈസ് ഫോളോഡ് ബൈ മൈനർ ഡിഫറൻസിയേഷൻ ഓഫ് സെൽസ് ടു പ്രൊഡ്യൂസ് എ ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പൊ ഈ പറയുന്ന സാധനം പിന്നെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ് നമ്മൾക്ക് കിട്ടുന്നത്. നമ്മൾ ഒരു സ്ട്രക്ചർ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഇങ്ങനെ അതിൽ കുറെ ഇന്റേണൽ സെൽ മാസ് ഉണ്ടാവും. ഇതിന് ചുറ്റും ഇങ്ങനെ പൂ പോലെ ഇങ്ങനെ ഒരു കുറെ സെല്ലുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ? അതിൽ ഈ സെന്ററിൽ കിടക്കുന്ന ആ സെൽ മാസുകളാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് മാറുന്നതൊക്കെ നമ്മൾ പഠിച്ചാണല്ലോ. Which layer of blastomere gets attached to the endometrium of the uterus? അപ്പോൾ യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ പോയിട്ട് 3 ലെയർ ഉണ്ട് അല്ലെ യൂട്രസിൽ. അതിൽ എൻഡോമെട്രിയം ഏറ്റവും അകത്തുള്ള ലെയറിൽ പോയിട്ട് ബ്ലാസ്റ്റോമിയറിന്റെ ഏത് ലെയർ ആണ് അറ്റാച്ച് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ബ്ലാസ്റ്റോമിയർ, ട്രോഫോബ്ലാസ്റ്റ്, ബ്ലാസ്റ്റോസിൽ, ഇന്നർ സെൽ മാസ്. ട്രോഫോബ്ലാസ്റ്റ് ആണ്. ആ പൂ പോലെ പുറത്ത് കാണുന്ന ആ സാധനം എന്തായിട്ട് മാറും? അത് എൻഡോമെട്രിയത്തിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുകയും ചെയ്യും. അതിന്റെ നടുക്കുള്ള ആ ഒരു ഇന്നർ സെൽ മാസുകളാണ് പിന്നീട് സൈഗോട്ടായിട്ട് മാറുന്നത്. അപ്പോൾ സൈഗോട്ടായിട്ടല്ല, പിന്നീട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. The blastomere is composed of a internal cell mass of cells and an external layer of cells called the trophoblast. അതാ പറയുന്നത്. അപ്പൊ ഈ ബ്ലാസ്റ്റോമിയർ എന്ന് പറയുന്നത് ഇങ്ങനെ അകത്ത് ഇങ്ങനെ കുറേ സെല്ലുകൾ ഉണ്ടാവും. ഇവിടെ ഒരു ബ്ലാസ്റ്റോസീൽ ഇങ്ങനെ ഒരു വാക്യൂം പോലെ കിടക്കുന്നുണ്ടാവും. അതേപോലെ അതിന് ചുറ്റും ഇങ്ങനെ കുറേ സെല്ലുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിന് പറഞ്ഞ പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. The trophoblast എന്ത് ചെയ്യും? ഈ പറഞ്ഞ എൻഡോമെട്രിയത്തിൽ പോയി അറ്റാച്ച് ചെയ്യാൻ ഫോം ദ ഫീറ്റൽ പാർട്ട് ഓഫ് ദ പ്ലാസന്റ. പ്ലാസന്റയിലെ ഫീറ്റൽ പാർട്ടായിട്ട് മാറുന്നത് ഈ ഒരു പോർഷൻ ആണ്. What connects the placenta to the embryo? എംബ്രിയോയിലേക്ക് പ്ലാസന്റയെ കണക്ട് ചെയ്യുന്നത് ഇതിൽ ആരാ? ട്രോഫോബ്ലാസ്റ്റ്, അംബിലിക്കൽ കോഡ്, കോറിയോണിക് വില്ലൈ, എൻഡോമെട്രിയം. ഓപ്ഷൻ ബി അംബിലിക്കൽ കോഡ് അല്ലെ, പൊക്കിൾ കൊടി ബന്ധം എന്ന് പറയുന്നതാണല്ലോ. പ്ലാസന്റ പ്രൊവൈഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രീഷൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് എ മീഡിയം ഫോർ ദ റിമൂവൽ ഓഫ് വേസ്റ്റ് ഫോർ ദ ഫീറ്റസ്. ഫീറ്റസിൽ നിന്ന് വരുന്ന അല്ലെ, ഫീറ്റസിക്ക് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന പ്ലാസന്റയിൽ കൂടെയാണ്. പ്ലാസന്റ അതിൽ കൂടെ കൊടുക്കുകയും ചെയ്യും. അതുപോലെ അതിന് വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ബാക്കിയുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റിമൂവലിന് ഇത് തന്നെയാണ് സഹായിക്കുന്നത്. അപ്പൊ ദിസ് ഒക്കേഴ്സ് വയ ദ അംബലിക്കൽ കോഡ്. നമുക്ക് ഇത് അംബലിക്കൽ കോഡിൽ കൂടെയാണ് ഇതൊക്കെ നടക്കുന്നത്. അത് ഫീറ്റസിനെയും പ്ലാസന്റെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒന്നാണ് അല്ലെ. ദ കോഡ് റിമെയിൻസ് അറ്റാച്ച്ഡ് ഈവൻ ആഫ്റ്റർ ദ ബർത്ത്. നമുക്കറിയാം ഈവൻ ബർത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കോഡ് അവിടെ കാണും. ആൻഡ് നീഡ്സ് ടു ബി റിമൂവ് സർജിക്കലി. പിന്നീട് അത് കത്രിക കൊണ്ട് കട്ട് ചെയ്യാണ് ചെയ്യാന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ. Which hormone is produced by ovary only during pregnancy? പ്രഗ്നൻസിന്റെ സമയത്ത് മാത്രം നമ്മളുടെ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ എന്താ? പ്രൊജസ്ട്രോൺ ആണോ? കോറിയോണിക് ഗൊണാഡോട്രോഫിൻ ആണോ? റിലാക്സിൻ ആണോ? പ്ലാസന്റൽ ലാക്ടേഷൻ ആണോ? ഓപ്ഷൻ സി റിലാക്സിൻ ആണ് അല്ലെ. എന്നാലല്ലേ അത് റിലാക്സ് ആവുള്ളൂ അല്ലെ. അപ്പൊ അതിൽ വരുന്ന ഹോർമോൺസ് ആണ് HCG, HPL ആൻഡ് റിലാക്സിൻ ആർ റിലീസ്ഡ് ഓൺലി ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ മാത്രമാണ് അത് റിലീസ് ആവുന്നത്. HCGയും HPL റിലീസ് ചെയ്യുന്നത് പ്ലാസന്റയാണ്. ഓവറിയാണ് എന്ത് റിലീസ് ചെയ്യുക? റിലാക്സിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിഗറസ് കോൺട്രാക്ഷൻസ് ഓഫ് ദ യൂട്രസ് ഡ്യൂറിങ് പാർച്യൂറേഷൻ ആർ ഇൻഡ്യൂസ്ഡ് ബൈ. നമുക്കറിയാം പാർച്യൂറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ കോൺട്രാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കണം. അത് ഇൻഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം ആണോ? എൻഡോക്രൈൻ മെക്കാനിസം ആണോ? എംബ്രിയോ പുഷിംഗ് ഔട്ട് ആണോ? യൂട്രൈൻ ഫ്ലൂയിഡ്സ് ആണോ? അത് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം ആണ് അല്ലേ. Two major processes induce the contractions of the uterine wall during പാർച്യൂറേഷൻ. ഈ പാർച്യൂറേഷൻ നടക്കുന്ന സമയത്ത് 2 മേജർ പ്രോസസ് ആണ് ഈ പറയുന്ന യൂട്രൈൻ വാളിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നത്. The hormones secreted from the pituitary ഒന്ന് and placenta alongside the reflexes induced by the oxytocin function to stimulate the muscle continuously. അപ്പോൾ ഒന്ന് ഈ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന ഹോർമോൺ, അതുപോലെ പ്ലാസന്റയിൽ നിന്നുള്ളതും. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിനും ഇൻഡ്യൂസ് ചെയ്യുന്നത് ഓക്സിറ്റോസിന്റെ സഹായത്തോടു കൂടിയാണ്. ഈ ഓക്സിറ്റോസിന്റെ സഹായത്തോടുകൂടി എന്ത് സംഭവിക്കുകയാണ്? ഈ പറയുന്ന മസിൽസിൽ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ കോൺട്രാക്ഷൻസ് നടക്കാനായിട്ട് സഹായിക്കും. ഇതാണ് ന്യൂറോ എൻഡോക്രൈൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പഠിക്കാനായിട്ടുള്ളത്. താങ്ക് യു.